ഹേ ഗായ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടില്ലേ, നല്ലൊരു കപ്സിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. അതുപോലെ എൻ്റെ ഒരു ഡേ ഫുള്ളായിട്ടുള്ള വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. ഇതില്ലേ ഞാൻ 2 ദിവസം മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പം ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയറും സപ്പോർട്ടും കൂടി ചെയ്യുക. അങ്ങനെ ഇതാ ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം തുടങ്ങിയത് ഉമ്മ ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് ചായ ഇങ്ങനെ പതിച്ച് മറിഞ്ഞിട്ട് ഗ്യാസ് അടുപ്പുമ്മലെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഉസ്താദിന് ചിലവുള്ള ദിവസം കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ചൊരു തിരക്കുള്ള ദിവസമാണ്. രാവിലെ മാത്രമേ കുറച്ച് തിരക്കുള്ളൂ, പിന്നെ ഉച്ചക്കൊന്നും അത്ര വലിയ തിരക്കൊന്നുമില്ല. രാവിലെ കാരണം സ്കൂളിൽ കുട്ടികളെ പറഞ്ഞേക്കണം, അവരെ മദ്രസയിൽ വിടണം, പിന്നെ ഉസ്താദിന് നാസ്ത കത്തലെല്ലാം ആക്കണം. അങ്ങനെയുള്ള കുറച്ച് തിരക്കെല്ലാം ഉണ്ട്. ഇനിയുള്ളത് വലിയ ടാസ്ക്കാണ്, കാരണം മോളെ എണീപ്പിച്ചിട്ട് അവരെ മദ്രസയിൽ വിടണം. ഇന്ന് ഇതും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫിലുവിന് മദ്രസയിൽ പോകാൻ ഭയങ്കര മടിയാണ്. ഓളില്ലെങ്കിൽ പിന്നെ ഓൾക്ക് ഭയങ്കര മടിയായിരിക്കും. കാരണം ഐതുവിന് ഇന്ന് നല്ല ശ്വാസം മുട്ടലും പനിയെല്ലാം ഉണ്ട്. ആവിയെല്ലാം പിടിച്ചിട്ട് പക്ഷെ മാറ്റമുണ്ട്. പക്ഷേ രാവിലെ ഒക്കെ എണീക്കുമ്പോൾ ഭയങ്കര ചുമയാണ്. മദ്രസയിൽ പോകാൻ എണീക്കുമ്പോൾ ഭയങ്കര ചുമയായിട്ട് അങ്ങനെ ഞാൻ വിട്ടിട്ടില്ല. അപ്പോൾ ഇതാ അവള് ഞാൻ പറഞ്ഞില്ലേ ഇതും ഇല്ലെങ്കിലൊക്കെ ഭയങ്കര മടിയായിരിക്കുമെന്ന് കണ്ടില്ലേ. പിന്നെ അവൾ പോയിട്ട് പകുതി വരെ എത്തിയിട്ട് തിരിച്ചു വന്നതാണ്. അന്നേരം ഞാൻ ഇങ്ങനെ അറിയാൻ തന്നെ നോക്കി നിന്ന് അവളെന്തായാലും വരും എന്നൊക്കെ എന്തായാലും ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം കൊണ്ടുവിടലുണ്ട്, പക്ഷെ പിന്നെ അടുത്തല്ലേ, പിന്നെ എന്തിനാ ഈ മദ്രസേരെ കൊണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവൾ തന്നെ പറയലുണ്ട് കൊണ്ടാക്കണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളും. പിന്നെ അതുകൊണ്ട് പിന്നെ എൻ്റെ കാലിനും ഇങ്ങനെ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും അങ്ങനെ കൊണ്ടാക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് തോന്നി ഓൾ തന്നെ തിരിച്ചു വരുമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ തിരിച്ചു വന്നിട്ട് എത്തി നോക്കുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ ബാപ്പാനെ വിളിക്കണമെന്നെല്ലാം പറഞ്ഞു തരാമെന്ന് ഒന്ന് പോയിട്ടുള്ളത്. അങ്ങനെ എൻ്റെ ഉമ്മ ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ രാവിലെ അങ്ങനെയല്ലാന്ന് സംഭവിക്കൽ, അങ്ങനെയല്ലാന്ന് ഉണ്ടാവില്ല. കാരണം മദ്രസയിൽ വിടലും എല്ലാം ഒരു തിരക്ക് തന്നെ ആയിരിക്കും. അവർക്ക് ഭയങ്കര മടിയും ഉണ്ടാവും. ചില ദിവസം മടി ഉണ്ടാവില്ല, ചില ദിവസം മടി ഉണ്ടാവും. പിന്നെ അങ്ങനെ എന്താ രാവിലെ വന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ ഉമ്മ ഒറോട്ടി ചൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ ഒറോട്ടിക്ക് വേണ്ടി അരിയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കുഴച്ചിട്ട് എടുക്കലാന്ന്. പിന്നെ ഞാൻ ഉമ്മറിന് ഒറോട്ടിക്ക് മുരിങ്ങാച്ചപ്പ് കറിയാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുരിങ്ങാച്ചപ്പ് കറിയെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ശരിയാക്കി കൊടുത്ത്. അങ്ങനെ കുട്ടികളുടെ ടൈം ടേബിളും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് പിന്നെ ഇതിപ്പോൾ ടിഫിനിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഒറോട്ടി തന്നെയാണ് ഓക്ക് ഞാൻ ഉച്ചക്ക് കൊടുത്തു വിടൽ. കുട്ടികൾക്ക് രാവിലത്തെ നാസ്തി തന്നെയാണ് കൊടുത്തു വിടൽ. ഇതുവരെ ചോറൊന്നും കൊടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇത് ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ അതുപോലെ ബോട്ടിൽ വെള്ളം ഇതുപോലെ തുളസിൻ്റെ വെള്ളമാണ് കേട്ടോ കൊടുത്തു വിടൽ. എന്തെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് തുളസി അല്ലെങ്കിൽ ജീരകം അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുള്ള വെള്ളമാണ് കൊടുത്തേക്കൽ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കൊടുക്കലാണ്. ഫുഡ് ഇതുപോലെ ഞാൻ വായിൽ വെച്ച് കൊടുക്കൽ തന്നെയാണ് കേട്ടോ എല്ലാ ദിവസവും. കാരണം ഒറ്റക്ക് കഴിക്കുമ്പോൾ എന്തായാലും ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെല്ലാം എടുക്കും. ഇത് പിന്നെ 11 മണിക്ക് തിന്നാൻ വേണ്ടിയിട്ട് സ്നാക്ക് അങ്ങനത്തെ എല്ലാം കൊടുത്തു വിടലുണ്ട്. സ്കൂളിലങ്ങനെ കൊടുത്തു വിടണം. അപ്പോൾ അത് വേണ്ടിയിട്ട് ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. ഈ ഒരു പാക്കറ്റുള്ള ബിസ്ക്കറ്റ്, ഗുഡ്ഡേൻ്റെ ബിസ്ക്കറ്റും അതുപോലെ കുറച്ച് നട്ട്സും വെക്കലുണ്ട്. എപ്പോഴും ഇങ്ങനെയൊന്നുമല്ല, ചില ദിവസം ഫ്രൂട്ട്സ് എല്ലാം കൊടുത്തയക്കലുണ്ട്. അങ്ങനെ ഇവളെ കാര്യങ്ങളെല്ലാം ഏകദേശം സെറ്റായി വന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞേരം ഒരാൾ എണീച്ചിട്ട് പറഞ്ഞു ഞാൻ എന്തായാലും സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓളെയും റെഡിയാക്കിയിട്ട് ഓളെയും പറഞ്ഞേച്ച് അങ്ങനെ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. റിയാസ്ക്ക് കൊണ്ടുവിടാണ് ചെയ്യൽ. സ്കൂളിൽ കൊണ്ടുവിടില്ല, നമ്മൾ ഈ കുറച്ചൊരു
കുറച്ചൊരു 5 മിനിറ്റ് പോകേണ്ട ദൂരത്തിൽ ആണ് ബസ് വരിക. അപ്പോൾ അടുത്തേക്ക് കൊണ്ടാക്കി കൊടുക്കുക ചെയ്യൽ. അങ്ങനെ ഇതാ ഞാനും ഒറോട്ടിയെല്ലാം കഴിച്ചേട്ടാ. അങ്ങനെ ചിക്കൻ കറി ഉണ്ടേനോ നമ്മൾ തലേ ദിവസം വെച്ച് അതും അതുപോലെ മുരിങ്ങാച്ചപ്പ് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഒറോട്ടി കഴിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാം തിന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല പായ്യാറുണ്ട്. അടുക്കള മൊത്തം പായ്യാറായിന്. ഇനി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമെല്ലാം കഴുകി വെക്കണം. പിന്നെ ആരോ പറഞ്ഞ പോലെ പാത്രം കഴുകുമ്പോൾ അത്ര ടെൻഷനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കേട്ടിന്. അതുകൊണ്ട് പാത്രം അധികവും ഞാനാ കഴുകൽ. പിന്നെ എനിക്ക് എന്തെങ്കിലും അതായത് എന്തെങ്കിലും ഇങ്ങനെ കൈയില്ലാണ്ടെല്ലായാൽ അനിയത്തി കഴുകും. പിന്നെ ഇടയ്ക്ക് ഉമ്മയെല്ലാം കഴുകലുണ്ട്. പിന്നെ കൂടുതലും കഴുകുന്നത് ഞാൻ തന്നെയാണ്. അങ്ങനെ ഇതാ പാത്രമെല്ലാം കഴുകി എടുക്കുന്നുണ്ട്. നമുക്കിവിടെ അധികവും സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ കൂടുതലുള്ളത്. അതുകൊണ്ട് സ്റ്റീലിൻ്റെ ഐറ്റംസ് കുറച്ച് അധികം തന്നെയുണ്ട് കഴുകി വെക്കാൻ. പിന്നെ എനിക്ക് ഈ പാത്രം കഴുകുന്നതിൽ ചെമ്പ് ഇങ്ങനെ കരി പിടിച്ച സാധനമില്ലേ അതെല്ലാം കഴുകാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അതെല്ലാം ഞാൻ ഉമ്മാക്ക് കൊടുക്കുക ചെയ്യുക. പിന്നെ അതുപോലില്ലേ ചില ആൾ പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ പൻ്റെ ഉള്ളിലെ പണിയെല്ലാം എടുക്കുന്നതാണ്. പക്ഷേ എനിക്കെന്തോ പോലെയാണ് കേട്ടോ. കാരണം ഞാനൊന്നാമത് പുരയെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പാത്രമെല്ലാം കഴുകുന്ന സമയത്ത് എൻ്റെ ഈ ഒരു ഡ്രസ്സിൽ മൊത്തം ഉണ്ടാവും വെള്ളമെല്ലാം തെറിച്ചിട്ട് അങ്ങനെയെല്ലാം ആവും. അതുകൊണ്ട് എനിക്ക് പഴയ ഡ്രസ്സ് ഇട്ടിട്ട് പണിയെടുക്കുന്നതാണ് കൂടുതൽ കംഫർട്ടബിൾ ആവുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ പുതിയ ഡ്രസ്സൊന്നും ഇട്ടിട്ട് ചെയ്യലില്ല. പുതിയ ഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സ് ഓൾമോസ്റ്റ് പഴയതായിട്ടില്ല നമ്മൾ യൂസ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും പഴയ ഡ്രസ്സാണ് പുറക്കുന്നിടൽ. വർത്താനം പറഞ്ഞ് ഇങ്ങെത്തിന്ന് പാത്രമെല്ലാം കഴിയാനായി. എല്ലാം വെച്ച് സെറ്റായി. ഇനിയിപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ഈ ഒരു സംഭവം ചെറുതായതുകൊണ്ട് തന്നെ വേഗം തന്നെ നമുക്ക് എന്താ പറയുക വെള്ളമൊഴിച്ച് വേഗം തന്നെ കൈയ്യെടുക്കാൻ പറ്റും. ചില ആൾ വീട്ടിലല്ലേ എത്ര പണിയെടുത്താലും ഇങ്ങനെ പായാറുണ്ടാവില്ല. അങ്ങനെ ചില ആൾക്കാരെ പുറക്കെല്ലാം കാണലുണ്ട്. പക്ഷെ നമ്മളിവിടെ എങ്ങനെയാണെന്നറിയാം, ഒന്ന് ചായ വെച്ചാൽ മതി അപ്പോഴത്തേക്കും ഫുള്ളും നിരന്ന് എന്താ പറയുക ഭയങ്കര പായാറായിരിക്കും. പക്ഷെ അതെല്ലാം ക്ലീൻ ചെയ്തൊന്ന് നല്ല സെറ്റാക്കി എടുത്താൽ നല്ല വൃത്തിയുണ്ടാവും. അങ്ങനെ ഇതാ എൻ്റെ പാത്രം കഴുകൽ ഡ്യൂട്ടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ മോന് അങ്ങനെ കഞ്ഞിയെല്ലാം കൊടുത്ത് പിന്നെ നേരെ റൂമെല്ലാം ഒന്ന് ഒതുക്കി വെക്കാനുണ്ട്. അതായത് ബെഡ്ഷീറ്റെല്ലാം മാറ്റി പിരിക്കണം. അങ്ങനത്തെ എല്ലാം കുറച്ച് കാര്യങ്ങൾ അടിച്ച് വാരുക, ബെഡ്ഷീറ്റ് വിരിക്കുക അങ്ങനെയെല്ലാം ചെയ്യാനുണ്ട്. ഞാനില്ലേ ബെഡ്ഷീറ്റ് 1-2 ദിവസം അതിൽ കൂടുതൽ വെക്കില്ല കേട്ടോ. അപ്പോഴത്തേക്കും എന്താ പറയുക ഒന്ന് പെരങ്ങിയ പോലെയല്ലാവും. കുട്ടികളിങ്ങനെ കയറി കളിച്ചിട്ടെല്ലാം വല്ലാണ്ടങ്ങ് പെരങ്ങിയ പോലെയാവും. അതുകൊണ്ട് 2 ദിവസം മാക്സിമം പോയാൽ. എനിക്കില്ലേ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഫോൺ എവിടെയോ വെക്കേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടില്ല. അപ്പോൾ ഞാൻ എങ്ങനെയല്ലോ വെച്ചിട്ട് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെ ചുമര് കണ്ടിന് ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ, ഫുള്ള് കുട്ടികൾ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. കുട്ടികളതായിട്ടുള്ളൊരു പെയിൻറ്റിങ് ഇല്ലേ വരഞ്ഞിട്ട് പെൻസിൽ കൊണ്ടും കളർ കൊണ്ടും എല്ലാം അവരെ കൊണ്ടാകുന്നത്രത്തോളം അവർ എന്താ പറയുക പെരക്കിയിട്ടിട്ടുണ്ട് ചുമരിന. ഇനി അതിലൊന്ന് പിന്നെ എന്താ പറയുക ഉപ്പ പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് വലുതായി കഴിഞ്ഞാലേ ഞാൻ പെയിൻ്റ് അടിക്കൂ, അല്ലാണ്ട് ചെയ്യൂല. കാരണം എല്ലാ ചെറുതൊന്നും കുറച്ചും കൂടി ഒന്ന് വലുതായിട്ട് എന്നിട്ട് പെയിൻ്റ് അടിക്കാമെന്നല്ലാന്ന് പറയുന്നത്. എൻ്റെ റൂമിലും എല്ലാം അങ്ങനെ തന്നെയാണ് വരഞ്ഞിട്ടിട്ട് വല്ലാത്തൊരു കോലത്തിലാക്കിയിട്ടുണ്ട്. പണ്ടില്ലേ ആദ്യം എൻ്റെ മോളിങ്ങനെ വരയുന്ന സമയത്ത് ഉമ്മ പറഞ്ഞ് നമ്മൾ വരയുമ്പോൾ അടിക്കൂലേ, ഉമ്മ പറയും അടിക്കൊന്നും വേണ്ട അത് കുട്ടികളെ കഴിവാന്ന്. ഉമ്മനോട് ഏതോ മാഷാരോ പറഞ്ഞില്ല ഇങ്ങനെ വരഞ്ഞിടുന്നതിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടേ അവർ ഇങ്ങനെ വരയുമ്പോഴല്ലോ നിങ്ങൾ അതായത് തടയാൻ പാടില്ല എന്നല്ലോ. അങ്ങനെ പറഞ്ഞ് പുര മൊത്തം വൃത്തികേടായി, ചുമര് മൊത്തം വൃത്തികേടായി. ഇപ്പോൾ ഉമ്മക്ക് എല്ലാം കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാര്യം ഇങ്ങനെ വരഞ്ഞിട്ടിട്ടെല്ലാം കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ഉമ്മക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ ഇപ്പം പറയുന്നുണ്ട് നിങ്ങളെ വിട്ടുകൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പെയിൻ്റ് അടിക്കില്ല, ഇനി എല്ലാം കൂടി വലുതായിട്ട് നിന്നിട്ട് ചെയ്യാമെന്നല്ലാന്ന് പറയുന്നത്. അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലെ ചുമര് കാണുമ്പോൾ ആർക്കും ഒന്നും തോന്നണ്ട കേട്ടോ. കാരണം കുട്ടികൾ ഇങ്ങനെ വരഞ്ഞിട്ടിട്ട് വൃത്തികേടാക്കിയതാണ്. അങ്ങനെ ഞാൻ എൻ്റെ കഥയെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കന്നെ ബെഡ്ഷീറ്റെല്ലാം ഇവിടെ പിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഇതാ കുറച്ച് തുണിയുണ്ടൊന്ന് മടക്കി വെക്കാൻ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഉണങ്ങുന്നതിന് എടുത്തിട്ട് അങ്ങനെ മടക്കി വെക്കാമെന്ന് കേട്ടോ ചെയ്യൽ. മഴയല്ലേ, അപ്പോൾ അങ്ങനെ മൊത്തത്തിലായിട്ട് ഉണങ്ങൂലല്ലോ. അപ്പോൾ ഉണങ്ങുന്ന തുണി ഓരോന്നെടുത്തിട്ട് അങ്ങനെ മടക്കി വെക്കുക ചെയ്യൽ. എനിക്കില്ലേ ആദ്യമൊന്നും ഇങ്ങനെ തുണി മടക്കി വെക്കാൻ വലിയ മടിയൊന്നും ഇല്ലേനെ. പക്ഷേ ഇപ്പം വല്ലാത്തൊരു മടിയാണ്. കാരണം കുട്ടികളെല്ലാം ചെറിയതെല്ലാം ഇങ്ങനെ മടക്കാൻ ഭയങ്കര പണിയുള്ള പോലെ തോന്നൽ. ഇപ്പോൾ അവിടെ ഞാൻ 2 ദിവസമെല്ലാം കൂടുമ്പോൾ മടക്കില്ലേനു. പക്ഷേ ഇപ്പം മഴയായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് തുണി എടുത്തിട്ട് ഉണങ്ങിയ തുണി അങ്ങനെ എടുത്തിട്ട് വേഗം തന്നെ അങ്ങ് മടക്കി വെക്കും. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊരു പണി അതായത് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ഇനി അങ്ങനെ ഇതാ നമ്മളെ ബെഡ്ഷീറ്റെല്ലാം അലക്കാനിട്ടിട്ടുണ്ട്. ഇനിയിപ്പം വേഗം ഒന്ന് അടിച്ചു വാരലാന്ന്. ഉമ്മ തുടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് വേഗം അടിച്ചു വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റൂമെല്ലാം ഒന്ന് വേഗം തന്നെ അടിച്ചു വാരി എടുത്തിട്ട് എൻ്റെ റൂമിൽ കുറച്ച് സ്ഥലം മാത്രമേ ഇങ്ങനെ അടിക്കാനുള്ളൂ. പിന്നെ കട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെയെല്ലാം ഞാൻ ഡെയിലി ഇങ്ങനെ നീക്കിയിട്ട് അടിക്കലുണ്ട്. അതുകൊണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കാട്ടങ്ങളായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമെല്ലാം ഉണ്ടാവും. വേസ്റ്റില്ലേ, നമ്മൾ വേസ്റ്റിന് കാട്ടമെന്ന് പറയില്ലേ, അപ്പോൾ കാട്ടങ്ങളായിട്ട് കുറച്ച് എന്തെങ്കിലുമെല്ലാം ഉണ്ടാവും. കുട്ടികളെല്ലാം ഇങ്ങനെ എന്താ പറയുക, ഈ കടലാസെല്ലാം ഇങ്ങനെ വേണ്ടാണ്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ടെല്ലാം ഉണ്ടാവും, കത്രിക വെച്ചിട്ടെല്ലാം അങ്ങനെ എല്ലാം ഉണ്ടാവും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പറഞ്ഞിട്ടില്ല നാപ്പോളി ഉണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോക്കാന്ന്. ഞാനും ഉമ്മയാണ് കേട്ടോ പോകുന്നത്, അനിയത്തി വന്നിട്ടില്ല. അങ്ങനെ ഞാനും ഉമ്മയും പോക്കാന്ന്. നമ്മളിവിടെ അടുത്ത് തന്നെയാണ്, നമ്മളെ പള്ളീൻ്റെ ബേക്കിലായിട്ട് വരും, നമ്മളെ കുടുംബമാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഞാനും ഉമ്മയും പോക്കാന്ന്. ഇതാന്ന് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടില്ലേ നമ്മളെ പള്ളി. അപ്പോൾ അതാന്ന് കേട്ടോ നമ്മളെ പള്ളി. അങ്ങനെ അവിടെ പോയിട്ട് നല്ല ബീഫ് ബിരിയാണിയും അതുപോലെ മക്രോണി അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളതെല്ലാം കഴിക്കലാന്നേ. അങ്ങനെ അവിടുന്ന് ചോറെല്ലാം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞേരം പുറക്കെത്തി. പിന്നെ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഉസ്താദിൻ്റെ ചിലവുണ്ടെന്ന്. അപ്പോൾ ഉസ്താദിനെ ഒന്ന് ചായ കൊടുക്കണം. അങ്ങനെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴം പുഴുങ്ങിയെടുക്കലാന്ന്. ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ മുറിച്ചിട്ടിട്ടാണ് കേട്ടോ പഴം പുഴുങ്ങിയെടുക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 വാഴ എടുത്തിട്ടുണ്ട്. ഇനി വേഗം ഒന്ന് ചായ ആക്കിയിട്ട് ഉസ്താദിന് കൊടുക്കട്ട്. ഉമ്മയില്ലേ കിച്ചണും വർക്ക് ഏരിയയും മാത്രമേ തുടച്ചിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്ന് മഗ്‌രിബ് ആകുമ്പോഴത്തേക്കും വേഗം ഒന്ന് തുടച്ചെടുക്കാമെന്ന്. കുട്ടികൾ വന്നിട്ടില്ല, സ്കൂളിലിട്ട് വന്നിട്ടില്ല. അപ്പോഴേക്കും ഒന്ന് വേഗം ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം മോപ്പെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ റൂമെല്ലാം എന്നിട്ട് തുടച്ചെടുക്കൽ. എന്നിട്ട് പിന്നെ നമ്മളെ സെൻട്രൽ ഹാളും ഡൈനിങ് ഹാളും വേഗം തുടച്ചെടുക്കും. പിന്നെ ഇല്ലേ കാലിൻ്റെ ഈ കെട്ടുന്ന് നനഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ചെരുപ്പെല്ലാം ഇട്ടിട്ടാണ് കേട്ടോ തുടച്ചിന്. അങ്ങനെ റൂം തുടച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ സെൻട്രൽ ഹാള് തുടക്കലാന്ന്. നമ്മളിവിടെ വെള്ള ടൈൽസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് എന്താ പറയുക മണ്ണെല്ലായാൽ വേഗം ഒരു പരങ്ങിയ പോലെയല്ലാവും ടൈൽസ്. അതുകൊണ്ട് തുടച്ചാൽ ഭയങ്കര വൃത്തിയായിരിക്കും, കാണാനും നല്ല രസമുണ്ടാവും. ഇനി നമ്മൾ ടേബിളും കൂടി തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് തുടച്ചെടുക്കട്ടെ. പിന്നെ ഞാൻ തുടച്ചു കൊടുക്കുമ്പോൾ കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വന്നിനെ. അങ്ങനെ അവർക്ക് ചായയെല്ലാം കൊടുത്തിനെ. ഇനി നമ്മൾ അടുക്കളയും ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ആറ്റിയിട്ടൊന്നും കൂടി ഒന്ന് തുടച്ചെടുക്കട്ടെ. ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ വേഗം തുടച്ച് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷമായിരിക്കുമേ. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. റിയാസ്ക വന്നിട്ട് അതായത് ഐദൂന് ശ്വാസം മുട്ടലാന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് ആവി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കൊണ്ട് തന്നെയാണ്. അന്നേരം ഓളെ കൂട്ടാണ്ട് പോയേന് ഓളെന്തല്ലോ പാപ്പാനോട് ഇങ്ങനെ പറയുന്നുണ്ടേനു. പാപ്പാക്ക് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പോകാന്നുള്ളതെന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നത്. നല്ല കട്ടൻ ചായയും അതുപോലെ അന്ന് നമ്മൾ കടിയൊന്നും ആക്കിയിട്ടില്ല. എന്താ പറയുക ബേക്കറിയിൽ നിന്ന് മേടിച്ച മറ്റേ കൂന്തിയില്ലേ, മധുരമില്ലാതായി കൂന്തി, ഇതാണ് നമ്മൾ കഴിച്ചത്. നമ്മളല്ല ഞാൻ കഴിച്ചത്. കുട്ടികൾക്ക് പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തിന്. പിന്നെ അങ്ങനെ ഉമ്മ അനിയത്തിൻ്റെ മോനെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോയിനേനും. അങ്ങനെ പോകുമ്പോൾ എന്നോട് പറഞ്ഞ് ഇന്ന് നീ എന്തെങ്കിലും ആക്കണേന്ന് പറഞ്ഞു. അപ്പോൾ
ചിക്കൻ ഉണ്ട്, എന്തെങ്കിലും അതിനെക്കൊണ്ട് എന്തെങ്കിലും ആക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഓത്തും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മഗ്‌രിബ് കഴിഞ്ഞേരാന്ന് കബ്സയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും അതുപോലെ തക്കാളിയും. നമുക്കിത് പെട്ടെന്ന് തന്നെ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ കബ്സയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ചിട്ട് തന്നെ ഇട്ടടിച്ചിട്ട് അങ്ങനെ ചെറിയൊരു ചതച്ചതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തക്കാളി ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ഉള്ളിയും അതുപോലെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വേഗം തന്നെ മസാലയാക്കി എടുക്കട്ടെ. ഈ ഒരു വട്ടച്ചെമ്പിലാണ് കേട്ടോ മസാലയാക്കുന്നത്. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ മറ്റേ എന്താ പറയുക, പട്ടയില്ലേ, അതും അതുപോലെ ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 എണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള നമ്മളെ പേസ്റ്റല്ല, ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉള്ളി വേഗം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇത് സ്പീഡിൽ കാണിച്ചതാണ്. ഇത് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഉള്ളിയെല്ലാം വാടി വരേണ്ട ഒരു സമയമില്ലേ, ആ ഒരു സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഒന്ന് വാടി വന്ന് നമുക്ക് മനസ്സിലാവല്ലോ, ഒന്ന് വാടി വന്നതിന്. അപ്പോൾ അതിന് ശേഷം തക്കാളി കട്ട് ചെയ്ത് വെച്ച് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ലോണം പഴുത്തതായതുകൊണ്ട് വേഗം തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തക്കാളിയിലും ഉള്ളിലെല്ലാം വെള്ളം ഇറങ്ങി വന്നിട്ട് നല്ലോണം വാടി വന്നിനെ. ഇനി ഇതിപ്പം ഞാൻ മസാല പൊടിയെല്ലാം ഒരുമിച്ചിട്ടതാണ്. അതായത് അതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നില്ല, ആ ഒരു സമയം വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വാട്ടിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ വേണം. ചിക്കൻ ഇവിടെ 1 കിലോ ചിക്കൻ തന്നെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മളെ മസാലയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി കഴുകിയെടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനിപ്പോൾ ഞാൻ കുക്കറിലാണ് വിസിലടിപ്പിച്ചെടുക്കുന്നത്. അപ്പം കുക്കറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ നിന്ന് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് വെറും 2 വിസിലിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു ടൈമിലില്ലേ നമുക്ക് ചോറൊന്ന് വേഗം തന്നെ ആക്കിയെടുക്കണം. അങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിലും അതുപോലെ RKGയും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ഞാനിവിടെ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 5 കപ്പ് അരിക്ക് ഒരു 10 കപ്പ് വെള്ളം ഒഴിക്കണം. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മളെ കുക്കറിന് വിസിൽ ഏകദേശം വരാനായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു നമ്മൾ കറി ഉണ്ടാക്കുന്ന ആ ഒരു രൂപത്തിലായിട്ട് നമുക്ക് ഈ മസാല കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചിക്കൻ്റെ പീസെല്ലാം ഒന്ന് മാറ്റി വെക്കണം. അങ്ങനെ ഞാൻ ഇതിൻ്റെ നിന്ന് കോരി എടുക്കലാണ്. അങ്ങനെ കോരി മാറ്റിയതിന് ശേഷം നമ്മൾ മസാലയില്ലേ, അതായത് കറിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ആ ഒരു മസാല ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 10 ഗ്ലാസ് വെള്ളമല്ലേ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ 3 കപ്പ് വെള്ളം ഉണ്ടായിന് ഈ ഒരു മസാലയിൽ. അപ്പോൾ അതുകൊണ്ട് 7 ഗ്ലാസ് പച്ചവെള്ളം ഞാൻ ഈ ഒരു അരിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 3 കപ്പ് മസാലേൻ്റെ വെള്ളം എടുക്കാമെന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 10 കപ്പ് വെള്ളമാണ് കിട്ടിയിട്ടുള്ളത്.
എന്നിട്ട് നമ്മൾ ഈ ഒരു മസാല ഉള്ളിയും തക്കാളിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ചിക്കൻ എടുക്കുമ്പോൾ ഉള്ളിയും തക്കാളിയെല്ലാം ആയിപ്പോയതാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ആ ഒരു ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ചോറ് വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതാ ഒന്ന് മൊഞ്ചാക്കി ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഉള്ളി മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ നമ്മൾ സൈഡായിട്ട് നമ്മൾ ബിരിയാണിയും അതുപോലെ കബ്സ അങ്ങനത്തെ എല്ലാം ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് സൈഡായിട്ട് എന്തെങ്കിലും കച്ചമ്പറ് അച്ചാർ അങ്ങനത്തെ എല്ലാം വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൈരിൻ്റെ കച്ചമ്പറ്, നമ്മളെ കണ്ണൂരുകാരെ കച്ചമ്പറ് റെഡിയാക്കി എടുക്കലാന്ന്. വേറെ പണിയൊന്നുമില്ല, പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ഉള്ളിയും അതുപോലെ പച്ചമുളകും, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും പിന്നെ ഉപ്പും പിന്നെ നമ്മളെ തൈരുമാണ് മെയിനായിട്ട് വേണ്ടത്. ഇതിൽ ചില ആൾ ക്യാരറ്റ് ഇടും, അതുപോലെ അനാറെല്ലാം ഇട്ടിട്ട് കാണാം. അതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനെതാ നമ്മൾ ചോറിടെ ഏകദേശം സെറ്റായി, വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ചോറ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെന്തടിഞ്ഞിട്ടില്ല, പക്ഷെ പാകത്തിന് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ. നമ്മളില്ലേ ഈ നെയ്ച്ചോറും അതുപോലെ ബിരിയാണിയെല്ലാം വെക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല നെയ്ച്ചോറിൻ്റെ അരി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് നല്ല ചോറ് നല്ല പോലെ തന്നെ നമ്മൾ പെർഫെക്റ്റ് നല്ലൊരു രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊഞ്ചാക്കി എടുക്കുക, ഗാർണിഷെല്ലാം ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ പൊരിച്ച് കോരിയിട്ടുള്ള ഉള്ളിയും അതുപോലെ മല്ലിയിലെല്ലാം വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മജ്ബൂസ്, അതായത് കബ്സാന്നോ മജ്ബൂസെന്നോ എന്ത് വേണമെങ്കിലും പറയാം, അങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ നമ്മളെ കുട്ടികളെ ലഞ്ചിലെല്ലാം നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അവർക്ക് എപ്പോഴും റൊട്ടി ദോശയെല്ലാം കഴിക്കുമ്പോൾ ഒരു മടുപ്പായിരിക്കും അല്ലേ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാനും ഫുഡ് കഴിക്കലാന്ന്. ഞാനില്ലേ മസാല വാട്ടിയെടുക്കുമ്പോൾ വട്ടച്ചെമ്പിൽ ആക്കിയിട്ടല്ലേ അത് മസാല ചെയ്തെടുത്തിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് കുക്കറിൽ തന്നെ മസാല ആക്കിയെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു നമ്മളെ മജ്ബൂസ് കബ്സ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യണമെന്ന്. എനിക്കാരും കമൻറ്റൊന്നും ചെയ്യില്ല, പക്ഷെ ഞാനെപ്പോഴും പറയലുണ്ട് കമൻറ്റ് ചെയ്യണമെന്ന്, പക്ഷെ ആരും കമൻറ്റൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യണം. പിന്നെന്താണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.